നമ്മുടെ ടെറസിൻ്റെ മുകളിൽ നമ്മളൊരു 10-20 മൂട് കാണും ക്യാബേജും കോളിഫ്ലവറൊക്കെ മേടിച്ച് വെച്ചായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് ഏകദേശം പരുവായിട്ടുണ്ട്. അപ്പോൾ 1-2 നമുക്ക് വിളവെടുക്കണം. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാം. ഒരു 2 മാസം മുന്നേ അല്ലേ, 2 മാസമായി. 2 മാസമായി. നമ്മൾ 2 മാസം മുന്നെയാണ് കറക്റ്റ് ഈ ക്യാബേജും കോളിഫ്ലവറൊക്കെ വെച്ചത്. അത് എത്ര, 3 രൂപയ്ക്കല്ലേ? 3 രൂപ. ഒരു തൈ നമ്മൾ 3 രൂപയ്ക്ക് വെച്ചതാണ്. ഇപ്പം കണ്ടോ, 2 മാസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് കണ്ടോ, എല്ലാം നല്ല കായ്ച്ച് നല്ല അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. അപ്പം ഞങ്ങൾ നിങ്ങളെ കൃഷിത്തോട്ടവും ഞങ്ങളുടെ ഈ ഫുള്ള് കാര്യങ്ങളും നിങ്ങളെ കാണിച്ചു തരാം. അപ്പം എൻ്റെ പേര് അക്ഷയ്. വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇത് ഏകദേശം ഒരു പരുവായിട്ടുണ്ട്. ഈ കോളിഫ്ലവർ കണ്ടോ, ഏകദേശം വിളഞ്ഞൊരു പരുവായിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഇത് പറിക്കാം. കാരണം ഇത് ഒത്തിരി നിന്ന് കഴിഞ്ഞാലും വിഷയമാണ്, ചിലപ്പോൾ പുഴു കയറും, കേടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് പറിക്കാം അല്ലേ? അപ്പം ഇങ്ങനെ കളയണ്ടല്ലേ? വേണ്ടെടുക്കാം, പറിച്ചേക്കാം. ഇത് കണ്ടോ, ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് പറിച്ചെടുക്കാം. കണ്ടോ, പിന്നെ മോൻ തന്നെ എടുത്തു പറിക്കുവാണേ. അപ്പോൾ നമ്മുടെ ഈ സീസണിലെ ആദ്യത്തെ കോളിഫ്ലവർ നമ്മൾ പറിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ പറമ്പിലുണ്ടായ ആദ്യത്തെ കോളിഫ്ലവറാണ്. പറിക്കുവാണേ അപ്പം. എന്താ എന്താ എന്നുവെച്ചാ നമ്മുടെ കോളിഫ്ലവർ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. കൊള്ളാമല്ലേ? കൊള്ളാം, അടിപൊളി, സൂപ്പർ. നമ്മളിത് ജൈവമായിട്ട് ഉണ്ടാക്കി കേട്ടോ. നമ്മൾ രാസവളങ്ങളോ ഒന്നും ഉപയോഗിച്ചില്ല. ചാണകപ്പൊടി, എല്ലുപൊടി അതൊക്കെ ഉപയോഗിച്ച്. അപ്പം ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാം ഇതെങ്ങനെ പോയാലും. ഇത് കടയിൽ എത്ര രൂപ വരും വെച്ചതിന്? കടയിൽ ഏകദേശം ഒരു 70 രൂപ. ഒരു 70 രൂപ. നമ്മളിത് ഈ ഒരു കോളിഫ്ലവർ കടയിൽ നിന്ന് മേടിക്കണം, നമുക്ക് എങ്ങനെയാലും 70 രൂപ 80 രൂപ ചിലവാകും. പക്ഷെ ഇത് കണ്ടോ, നമ്മുടെ ടെറസിൻ്റെ മുകളിൽ നമ്മൾ തന്നെ നട്ട് വളർത്തി. നമുക്കിത് പൈസയുടെ അല്ല, നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. ഇത് വേണം, പച്ചയ്ക്ക് വേണം നമുക്കിത് കഴിക്കാം. ഇത് തികച്ചും ജൈവമാണ്. തികച്ചും ജൈവമല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മണ്ണിനെ സ്നേഹിക്കണം. നമ്മൾ മണ്ണിനെ സ്നേഹിച്ചാൽ മണ്ണ് നമുക്ക് ഫലം തരും. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. നമ്മളൊരു വാഴയായാലും കുഴിച്ചു വെച്ചെങ്കിൽ നമുക്കൊരു ഒരു കൊല കിട്ടത്തുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് മണ്ണിനെ സ്നേഹിക്കുക. നമ്മൾ മണ്ണിനെ സ്നേഹിച്ചാൽ മണ്ണ് നമ്മളെയും തിരിച്ച് സ്നേഹിക്കുമല്ലേ? ഇത്രയേ ഉള്ളൂ. ഈ ടെറസിൻ്റെ മേളിൽ വീഴുന്ന ഈ കരിയിലൊന്നും കളയാറില്ല കേട്ടോ. അതൊക്കെ നമ്മൾ എടുത്ത് കണ്ട് ഇതിൻ്റെയൊക്കെ മൂട്ടിൽ തന്നെ തിരിച്ച് വെച്ച് കൊടുക്കും. അപ്പോൾ ഇത് അഴുകി ഇതിന് തന്നെ വളമായിട്ട് തന്നെ മാറിക്കോളും കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ ഈ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ ഒരു നവംബർ-ഡിസംബർ ആ ഒരു സമയത്താണ് നടുന്നത്. കാരണം ഇതൊരു ശീതകാല പച്ചക്കറിയാണ്. അതാണ് നമ്മൾ ആ ഒരു ടൈമിൽ നടുന്നത്. ഇത് വേണം ഏത് സമയത്ത് വേണം നടാം. മഴക്കാലത്ത് അത്ര നല്ലതല്ല, വേറെ ഏത് സീസണിൽ വേണം നമുക്ക് നടാം. അത്യാവശ്യം വിളവാക്കി കിട്ടും. നമുക്കിത് കൃഷി ചെയ്യണമെങ്കിൽ ഏക്കർ കണക്കിന് സ്ഥലമൊന്നും ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു ചാക്കിൽ വേണമെങ്കിലും കൃഷി ചെയ്യാം. നമ്മുടെ മമ്മൂക്ക ഒരു ഫംഗ്ഷന് പറഞ്ഞിട്ടില്ലേ, നമുക്ക് വേണമെങ്കിൽ ഒരു ചിരട്ടയിൽ വേണമെങ്കിലും കൃഷി ചെയ്യാം. പക്ഷേ അതിനൊക്കെ വേണ്ട എന്താണ്, ഇതൊക്കെ ചെയ്യാൻ ഒരു മനസ്സാണ് വേണ്ടത്. അങ്ങനെയാണ് നമുക്ക് മണ്ണിൽ നിന്ന് പൊന്നു വിളയിക്കുക. പിന്നെ അത്യാവശ്യം നല്ല വെയിലും നല്ല നനയും വേണ്ട ഒരു പച്ചക്കറിയാണ്. നമുക്ക് രോഗാഗി നടുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അച്ഛൻ്റെ തമിഴ്നാട്ടിലെ കുറേ സുഹൃത്തുക്കൾ പറഞ്ഞ് നമ്മൾ വെള്ളം ഒഴിക്കുമ്പം ഇതിൻ്റെ മുകളിലൊന്നും വെള്ളം വീഴരുത്, കാരണം പെട്ടെന്ന് അഴുകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം കോളിഫ്ലവറിനും ക്യാബേജിനൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ മാക്സിമം എന്താ അതിന് മൂട്ടിലോട്ട് വേണം വെള്ളം ഒഴിക്കാൻ കേട്ടോ. ഇത് കണ്ടോ, അപ്പം മൊത്തം കേടായിപ്പോയല്ലോ. ഇത് കണ്ടോ, ഇത് മുഴുവൻ വട്ടത്തിലെല്ലാം ആയിപ്പോയി. ഈച്ച കുത്തിയാന്ന് തോന്നുന്നല്ലേ? എന്തോ കീടങ്ങളായി, ഈച്ചയാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ എല്ലാം ഹോള് പോലെ ആയിപ്പോയി, എല്ലാം കുത്തി കിഴിച്ച്. നമുക്ക് സത്യം പറഞ്ഞാൽ ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല. കുറേ നാൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, മരുന്നടിച്ചിട്ടില്ല, കറക്റ്റായിട്ട് നമ്മൾ നോക്കിയില്ല, അതാ പറ്റിയപ്പോൾ. ഇത് കണ്ടോ, ഈ ഇല കണ്ടോ, ഇലയിൽ എല്ലാം കണ്ടോ, ഇലയെല്ലാം കണ്ടോ. ഒരു കുഴപ്പമില്ല, അതിന് കുഴപ്പമില്ല. ഇത് വേറെ ബാച്ചിൽ നട്ടായിരുന്നു നമ്മൾ, രണ്ടാമത്തെ ബാച്ചിൽ. ഇതിന്റെ ചുവട്ടിൽ നമ്മൾ വഴുതനയായിരുന്നു. ആ വഴുതനയുടെ ചുവട്ട് ഞാൻ അതിന്റെ ചുവട്ടിൽ നട്ടു. അതെ. അപ്പോൾ വഴുതന നമ്മുടെ അഴുകാറായപ്പോൾ ഇതിന് മൂട്ടിലോട്ട് നമ്മൾ വെറുതെ കോളിഫ്ലവർ ഒക്കെ വെച്ച് എല്ലാം ഒരേ സമയത്തുള്ളതാണ്. പക്ഷേ ഇത് ഒടുവിലായത് ഇതായെന്നുള്ളത് വഴുതനയുടെ മൂട്ടിലായപ്പോണ്ടാണ്. നമുക്ക് കാര്യം ചെയ്യാം, ഒരു വേപ്പെണ്ണ സോപ്പ് ഒന്ന് അടിച്ചു നോക്കിയാലോ? എന്തായാലും നമുക്കൊന്ന് നോക്കാം. വേപ്പെണ്ണ സോപ്പ് വേണോ ബിവേറി അടിക്കണോ? ബിവേറി ആയാലും മതി. ബിവേറി അടിച്ചു നോക്കല്ലേ? ബിവേറി തന്നെ അടിക്കും, ശരിയാവും നോക്കാം. ക്യാബേജ് ആണേലും കോളിഫ്ലവർ ആണേലും ഇലയൊക്കെ വലിയ ഇലയല്ലേ. അപ്പം ഒരു മൂട്ടിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു ചട്ടിയിൽ അല്ലെങ്കിൽ ഒരു ചാക്കിൽ നടുകയാണെങ്കിൽ ഒറ്റ ഒരെണ്ണം വെക്കാൻ പാടുള്ളൂ. അല്ല ഇത് കണ്ടോ, രണ്ടെണ്ണം വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല അങ്ങ് വലുതായി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ ആയിപ്പോവും. രണ്ടിനും പ്രയോജനം ഇല്ലാതായിപ്പോവും. ചിലപ്പോൾ ഒരു ചെറുതായി പോവും. അപ്പം എപ്പോഴും നമ്മൾ ഏറ്റവും നല്ലത് വളം ഇടുമ്പോഴായാലും വളം കറക്റ്റ് കിട്ടാനാണേലും ഒരു മൂട്ടിൽ ഒരു ക്യാബേജോ ഒരു കോളിഫ്ലവറോ വെക്കണം. ഇതാണ് കോളിഫ്ലവർ. എന്താ കോളിഫ്ലവർ കണ്ടോ, ഇതെല്ലാം നമ്മൾ നട്ടിരിക്കുന്നത് 1, 2, 3, 4, 5, 6,
ഏത് ഇതിന്റെ ഇല നമ്മൾ തിന്നാനെ കൊണ്ട് കഴിക്കാനെ കൊണ്ട് നമുക്ക് ഒക്കത്തില്ല. ഇലയല്ല ഇതിന്റെ അകത്ത്, കോളിഫ്ലവറിന്റെ അകത്ത് ഇലയല്ല നമ്മൾ കഴിക്കുന്നതിന്റെ അകത്തിലെ കാ കണ്ടോ, ഇതിനാണ് നമ്മൾ കഴിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ കറി വെച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതാണ് കോളിഫ്ലവർ. കാബേജിന്റെ കാ കൊണ്ട് അത് കായാണ്. അവിടെ ഇനി കാണിക്കാം കണ്ടോ. ബാ ഇത് കണ്ടോ, ഇതിന്റെ പേരെന്താ? ക്യാബേജ്. ഇത് കണ്ടോ, ഇത് കായാണ് കണ്ടോ. ഇത് നമ്മൾ നട്ടു വളർത്തി ഈ ചെടി ഏകദേശം ഒരു പ്രായമാകുമ്പോഴത്തേക്ക് ഇതിന്റെ മണ്ടയ്ക്ക് ഇങ്ങനെ കാ വരും കേട്ടോ. ഈ കായാണ് നമ്മളെന്താ ക്യാബേജ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ തോരനൊക്കെ വെച്ച് കഴിക്കത്തില്ലേ, ഇതാണ് ക്യാബേജ് കേട്ടോ. ഇതെല്ലാം കായ. ഇത് കായായി ഇങ്ങനെ ഉരുണ്ട് വരുവാണ്. ഉരുണ്ട് വരുമ്പോൾ ഇതിൻ്റെ ഇലയെല്ലാം നമ്മൾ മാറ്റി കഴിയുമ്പോൾ ഇതിനകത്തിലെ സാധനം നമ്മൾ തോരനായിട്ടൊക്കെ നമ്മൾ വീട്ടിൽ നമ്മുടെ ആവശ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കും കേട്ടോ. ഇതാണ് ക്യാബേജ്. ഇത് കണ്ടോ, ഇതും കായ കണ്ടോ. ഞങ്ങളുടെ ടെറസിൻ്റെ മേളിലെ ചെറിയ കൃഷിത്തോട്ടം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലെ വീടുകളിൽ ഒരു തൈ മേടിച്ച് നടുവല്ലേ.